നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് സ്ലൈഡിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് ജസ്റ്റ് വായിച്ചു പോകാം. കുറെ ക്വസ്റ്റ്യൻസ് ഞാൻ പറയാം, അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ the instrument which gives the value of quantity to be measured in terms of instrument constant. ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന എല്ലാ ക്വസ്റ്റ്യൻസും PSC ചോദിച്ച ക്വസ്റ്റ്യൻസ് ആട്ടോ. ഒന്ന് ആക്റ്റീവായിട്ട് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുവാണെങ്കിൽ നമുക്കൊരു ഒന്ന് ഇന്ററാക്റ്റീവ് ആയിട്ട് ഇത് പോകും. അതല്ല ഞാനിങ്ങനെ വൺ സൈഡ് ഇരുന്ന് പറയാനാണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. The instrument which gives the value അബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റ്സ് അല്ലെ? അതെ, കാരണം നമ്മൾ പറഞ്ഞിരുന്നു രണ്ട് ടൈപ്പ് ഇൻസ്ട്രുമെന്റ് ഉണ്ട്, അബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്, സെക്കൻഡറി ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അതിൽ അബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഷർഡ് ഏത് ക്വാണ്ടിറ്റി ആണോ നമുക്ക് മെഷർ ചെയ്യേണ്ടത് ആ ക്വാണ്ടിറ്റിയെ ഇൻ ടേംസ് ഓഫ് ഇൻസ്ട്രുമെന്റ് കോൺസ്റ്റൻസ്, ഇൻസ്ട്രുമെന്റ് കോൺസ്റ്റന്റിന്റെ ടേംസിലാണ് റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിൽ അതിന് പറയുന്ന പേരാണ് അബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റ്. അബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റിന്റെ എക്സാമ്പിൾ ആയിരുന്നു ടാൻജന്റ് ഗാൽവനോമീറ്റർ, ലേറേസ്, റെയിലേസ്. എനിക്ക് മൊത്തം കേൾക്കണം പേര്. റെയിലേസ് എന്ത് മീറ്റർ ആയിരുന്നു റെയിലേസിന്റെ? ഓർമ്മ വരുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ. കറന്റ് മീറ്റർ അല്ലേ? റെയിലേസ് കറന്റ് മീറ്റർ ആയിരുന്നു. പിന്നെ വേറെ ഏതെങ്കിലും ഉണ്ടായിരുന്നോ നമ്മൾ പറഞ്ഞതിനകത്ത്? ഇലക്ട്രോ വോൾട്ട് മീറ്റർ എന്നായിരുന്നോ? വേറെ എന്തെങ്കിലും ആയിരുന്നോ? ഒരു ലോറൻസ് ഫോഴ്സ് മീറ്റർ എന്നും പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നില്ലേ? ഓർക്കുന്നുണ്ടോ? ഉണ്ടായിരുന്നു. അതും ഒരു അബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റ് ആയിരുന്നു അല്ലെ? അപ്പൊ ഇതെല്ലാം അതിനുള്ള എക്സാമ്പിൾ ആണ്. അപ്പൊ ഏത് രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാലും മോസ്റ്റ് അക്യുറേറ്റ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷനകത്ത് അബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റ് ഉണ്ടെങ്കിൽ അതായിരിക്കും. അതുപോലെ തന്നെ ഇൻസ്ട്രുമെന്റ് കോൺസ്റ്റന്റിന്റെ ടേംസിൽ റെപ്രസെന്റ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അതും അബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റ് ആയിരിക്കും. പിന്നെ എക്സാമ്പിൾസ് വന്നിട്ട് ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. ഇതിനടുത്തൊരു സ്റ്റേറ്റ്മെന്റ് ആണ് the instrument in which the value of electrical quantity to be measured can be determined from the deflection of the instrument when it has been pre-calibrated by the comparison with an absolute instrument. ഏതായിരിക്കും? The instrument in which the value of electrical quantity to be measured can be determined from the deflection of the instrument when it has been pre-calibrated by the comparison with an absolute instrument. സെക്കൻഡറി ഇൻസ്ട്രുമെന്റ് ആണ്. സെക്കൻഡറി ഇൻസ്ട്രുമെന്റ്സ് അല്ലെ? അപ്പൊ നമുക്ക് ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് പ്രീ കാലിബ്രേറ്റഡ് ബൈ ദ കമ്പാരിസൺ വിത്ത് ആൻ അബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റ്. ആ ഒരു വേർഡ് ഉണ്ടെങ്കിൽ ഉറപ്പിച്ചോ അത് സെക്കൻഡറി ഇൻസ്ട്രുമെന്റ് ആയിരിക്കും. നമ്മൾ സെക്കൻഡറി ഇൻസ്ട്രുമെന്റ്സിനെ കാലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്യാറ്. പിന്നെ അത് കൂടാതെ പിന്നെ വേറെ എവിടെയാ യൂസ് ചെയ്യാറ് അബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റ്സ്? അബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റ്സ് നാഷണൽ ലബോറട്ടറികളിൽ അബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്യാറുണ്ട്. ഇതിനടുത്തത് എനർജി മീറ്റർ. ഇന്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് അല്ലെ? എനർജി മീറ്റർ is an integrating instrument. Then ammeter and voltmeter comes under the category of indicating instruments അല്ലെ? പറയാൻ ഇമ്പോർട്ടന്റ് ഒരു ടോപ്പിക് എന്ന് പറഞ്ഞത് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക്, ഡംപിംഗ് ടോർക്ക്, കൺട്രോളിംഗ് ടോർക്ക് ഒരു ക്വസ്റ്റ്യൻ ഏരിയന്ന് ഷുവർ ആണ്. സോ ദ പോയിന്റർ ഓഫ് ഇൻഡിക്കേറ്റിംഗ് ടൈപ്പ് ഇൻസ്ട്രുമെന്റ് വിൽ കം ടു റെസ്റ്റ് വെൻ ഇൻ സർക്യൂട്ട്. ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയതിനു ശേഷം മാത്രം ആൻസർ പറയുക. The pointer of indicating type instrument will come to the rest when in circuit. ഏതാണ് കേസ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതിലാവുമ്പോഴോ? ക്വസ്റ്റ്യൻ എന്താ? The pointer of indicating type instrument will come to rest when in circuit. താഴെ തന്നിരിക്കുന്ന ഏത് ഓപ്ഷൻ ആണ് അതിന് കറക്റ്റ് ആയിട്ടുള്ളത്? പറഞ്ഞ മനസ്സിലായോ? TD equal to TC ആകുമ്പോ, അതായത് ഒരു ഇൻഡിക്കേറ്റിംഗ് ടൈപ്പ് ഇൻസ്ട്രുമെന്റിന്റെ പോയിന്റർ റെസ്റ്റിൽ വരുന്ന സമയം, ആ സമയത്ത് ടോർക്ക് എങ്ങനെയായിരിക്കും എന്നാണ് ചോദിച്ചേക്കുന്നത്. എന്താണ്? ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് കൺട്രോളിംഗ് ടോർക്കിന് ഈക്വലന്റ് ആയിട്ട് വരുന്ന സമയത്താണ് പോയിന്റർ റെസ്റ്റിൽ വരുന്നത് അല്ലെ? ഡിഫ്ലക്റ്റിംഗ് ടോർക്കും കൺട്രോളിംഗ് ടോർക്കും ഈക്വൽ ആയിട്ട് വരുന്ന സമയത്ത് നമ്മുടെ പോയിന്റർ റെസ്റ്റിൽ വരും. സോ TD equal to TC. ഇനി ഞാൻ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഇതിന്റെ കൂടെ പറയാം. സാധാരണയായിട്ട് കാണുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഒരു പോയിന്റർ അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രുമെന്റ് ഓവർ ഡാംപ്ഡ് ആണ്, ഒരു ഇൻസ്ട്രുമെന്റ് ഓവർ ഡാംപ്ഡ് ആണ്, അങ്ങനെയാണെങ്കിൽ അതിന്റെ പോയിന്റർ എങ്ങനെയായിരിക്കും, മീൻസ് അതിന്റെ മൂവ്മെന്റ് എങ്ങനെയായിരിക്കും? ഓവർ ഡാംപ്ഡ് ആണ്, പറഞ്ഞിരിക്കുന്ന കാര്യം ശ്രദ്ധിക്കുക, ഓവർ ഡാംപ്ഡ്. ഓവർ ഡാംപ്ഡ് അതിന്റെ മീനിങ് എന്താ? ഡാമ്പിംഗ് ടോർക്ക് എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കോ കുറവായിരിക്കോ? കൂടുതലായിരിക്കും. ഡാമ്പിംഗ് ടോർക്ക് കൂടുതലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ? ഡാമ്പിംഗ് ടോർക്ക് കൂടുതലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ? പെട്ടെന്ന് റെസ്റ്റിലേക്ക് പെട്ടെന്ന് വരും. പെട്ടെന്ന് റെസ്റ്റിലേക്ക് വരുമെന്ന് പറയുമ്പോൾ അവിടെ വേറെ ആരും ഇല്ലെങ്കിലാണ് അത് പെട്ടെന്ന് റെസ്റ്റിലേക്ക് വരുള്ളൂ. പക്ഷേ നമ്മുടെ പോയിന്റർ, സപ്പോസ് ഒരു ഇത് ഒരുപാട് പ്രാവശ്യം PSC ചോദിച്ചേക്കുന്നതാണ്, ഓവർ ഡാംപ്ഡും അണ്ടർ ഡാംപ്ഡിന്റെ കേസ് രണ്ടും പറയാം. ഇത് മൈൻഡിൽ ക്ലിയർ ആയിട്ടിരിക്കണം, കാരണം ഒരിക്കലും ടോർക്കിന്റെ മാർക്ക് നമുക്ക് പോകരുത്, കാരണം വളരെ സിമ്പിൾ ആണ്. TD, TC, ഡാമ്പിംഗ് ടോർക്ക്, ഈ 3 കേസ് എന്ന് പറയുന്നത്. ഇവിടെ സംഭവിക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഇൻസ്ട്രുമെന്റിനകത്ത് ഓവർ ഡാംപ്ഡ് ആയിട്ട് വരുന്ന കേസിൽ ഓൾറെഡി ഒരു പോയിന്റർ സീറോയിന്ന്, സപ്പോസ് ഞാൻ പറയുകയാണ് ഈ ഒരു വോൾട്ട് മീറ്റർ ആണെന്ന് വിചാരിക്കുക, ഈ വോൾട്ട് മീറ്ററിന്റെ പോയിന്റർ 0 റീഡിങ്ങിൽ നിന്ന് ഈ പോയിന്റർ ഇങ്ങനെ മൂവ് ചെയ്യാൻ തുടങ്ങുവാണ്, ഇങ്ങനെ മൂവ് ചെയ്യുവാണ്. അപ്പോ ഇതിങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് ഇതിന് എന്തുണ്ട്? ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഉണ്ട്. ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഈ പോയിന്ററിന് ഉണ്ട്. അതുപോലെ തന്നെ വേറെ എന്തോടെ ഉണ്ട്? വേറെ എന്തും കൂടെ ഉണ്ട്? എന്തും കൂടെ ഉണ്ട്? കൺട്രോളിംഗ് ടോർക്കും ഉണ്ട്. അപ്പൊ TD ഉണ്ട്, TC ഉണ്ട്, ഇവരെല്ലാവരും പ്രസന്റ് ആണ്. ഇവരെല്ലാവരും ഓൾറെഡി അവിടെ പ്രസന്റ് ആണ്. TD, TC ഒക്കെ പ്രസന്റ് ആണ്. ഇതിങ്ങനെ മുന്നോട്ട് പോകാൻ നോക്കുക. മുന്നോട്ട് പോകാൻ നോക്കുന്ന സമയത്ത് ഡാമ്പിംഗ് ടോർക്ക് എന്താ ചെയ്യുന്നത്? ഡാമ്പിംഗ് ടോർക്ക് എന്താ ചെയ്യുന്നത്? പോയിന്റർ മൂവ് ചെയ്യാതെ, അതായത് ഡാമ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതിന്റെ മീനിങ് എന്താ? വിതൗട്ട് എനി ഓസിലേഷൻസ്, അല്ലേ? അതായത് ഓസിലേഷൻസിനെ ഡാമ്പ് ഔട്ട് ചെയ്ത് കളയാണ് ഡാമ്പിംഗ് ടോർക്ക് ചെയ്യുന്നത്. ഓസിലേഷൻസ് ഇല്ലാതാക്കുന്നു. ദാറ്റ് മീൻസ് ഡിഫ്ലക്ഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും അത് ആക്ട് ചെയ്യുന്നത്, അല്ലെ? ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിന്റർ ഇങ്ങനെ സീറോയിൽ നിന്ന് മൂവ് ചെയ്ത് അതിന്റെ സ്റ്റഡി സ്റ്റേറ്റ് വാല്യൂവിലേക്ക് ഓർ ഫൈനൽ വാല്യൂവിലേക്ക്, പോയിന്റർ അതിന്റെ ഫൈനൽ വാല്യൂവിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് TD ഹെൽപ്പ് ചെയ്യുന്നു. ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് TD പോയിന്ററിനെ ആ ഫൈനൽ വാല്യൂവിലേക്ക് എത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. അതേസമയം നമ്മുടെ ഡാമ്പിംഗ് ടോർക്ക് ആ മോഷനെ കുറയ്ക്കുവാണ് ചെയ്യുന്നത്. മീൻസ് അതിന്റെ ആ മൂവ്മെന്റിനെ അത് സ്ലോ ആക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അതായത് ഡാമ്പിംഗ് ടോർക്ക് വരുന്ന കേസിൽ, ഡാമ്പിംഗ് ടോർക്ക് കൂടുതലാണെങ്കിൽ അവിടെ സംഭവിക്കുന്നത് പോയിന്ററിന്റെ മൂവ്മെന്റ് വളരെ സ്ലോ മോഷനിലായിരിക്കും. പോയിന്റർ വളരെ സമയം എടുത്താണ് അതിന്റെ ഫൈനൽ വാല്യൂവിലേക്ക് എത്തുള്ളൂ. വളരെ പതുക്കെ മൂവ് ചെയ്യുള്ളൂ, കാരണം അവിടെ അത് ഓവർ ഡാംപ്ഡ് ആയതുകൊണ്ട്. ഇനി അണ്ടർ ഡാംപ്ഡ് ആണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? അണ്ടർ ഡാംപ്ഡിന്റെ കേസ് നമ്മൾ പഠിച്ചായിരുന്നു. അണ്ടർ ഡാംപ്ഡിന്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിന്റർ ഇപ്പൊ ഫൈനൽ വാല്യൂവിൽ എത്തി. ഇപ്പൊ TD ഒരു വോൾട്ട് മീറ്റർ ആയിരുന്നു. സോ 0 വോൾട്ടിൽ നിന്ന് നമ്മുടെ പോയിന്റർ 10 വോൾട്ടിൽ എത്തി. പക്ഷെ ഈ 10 വോൾട്ടിൽ അതിന് സ്റ്റേഷനറി ആയിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. അതിങ്ങനെ 9.8, അതായത് 10 വോൾട്ടിലാണ് അത് വന്ന് നിൽക്കേണ്ടത്. ആക്ച്വലി നമ്മുടെ പോയിന്റർ വന്ന് നിൽക്കേണ്ടത് 10 വോൾട്ടിലാണ് പോയിന്റർ വന്ന് നിൽക്കേണ്ടത്. പക്ഷെ 10 വോൾട്ടിൽ വന്ന് കറക്റ്റ് ആയിട്ട് നിൽക്കാതെ ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ടു ആൻഡ് ഫ്രോ ഇങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള കേസ്, അതിന്റെ കാരണം എന്താണ്? അവിടെ ഡാമ്പിംഗ് കുറവാണ്. പോയിന്ററിനെ അവിടെ പിടിച്ചു നിർത്താൻ നമ്മുടെ ഡാമ്പിംഗ് സിസ്റ്റത്തിന് പറ്റുന്നില്ല. ദാറ്റ് മീൻസ് അവിടെ ഡാമ്പിംഗ് കുറവാണ്. ഡാമ്പിംഗ് കുറവായിട്ട് ഇരിക്കുന്ന സമയത്ത് ഇതിങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഡാമ്പിംഗ് കൂടുതലായിട്ടുള്ള സമയത്ത് ഫൈനൽ വാല്യൂവിലേക്ക് എത്താൻ സമയം കൂടുതലെടുക്കും. ഇത് ക്ലിയർ ആണോ? ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇത് മനസ്സിലാക്കണം. കാരണം ഇത് തെറ്റിപ്പോകരുത്. കാരണം എല്ലാവർക്കും തെറ്റാനുള്ള ചാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ ഡാംപ്ഡ് ആകുമ്പോൾ ഡാമ്പിങ് ഭയങ്കര ഇതല്ലേ, മീൻസ് ഡാമ്പിങ് ടോർക്ക് ഭയങ്കര കൂടുതലായതുകൊണ്ട് മീൻസ് ആ ഒരു വിത്തൗട്ട് എനി ഓസിലേഷൻസ് അതങ്ങ് എത്തും എന്ന് ആയിരിക്കും നമ്മുടെ മനസ്സിലിരിക്കുന്നത്. പക്ഷെ സമയം എടുത്തേ എത്തുള്ളൂ. പതുക്കെ വളരെ സ്ലോ മോഷനിലേ എത്തുള്ളൂ. വിത്ത് ഓസിലേഷൻസ് കുറയും, പക്ഷെ വളരെ സമയം എടുത്ത് മാത്രമേ പോയിന്റർ എത്തുള്ളൂ. കാരണം ഡിഫ്ലക്റ്റിംഗ് ടോർക്കിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് അവിടെ ഡാമ്പിംഗ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് അത് കുറയ്ക്കുന്ന രീതിയിൽ വരും. എന്നാൽ അതേസമയം അണ്ടർ ഡാംപ്ഡിന്റെ കേസിൽ അവിടെ ഡാമ്പിംഗ് കുറവാണ്. അതുകൊണ്ട് പോയിന്റർ ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, ടു ആൻഡ് ഫ്രോ ഇങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഒരിക്കലും അതിന്റെ സ്റ്റഡി പൊസിഷനിലേക്ക് എത്താൻ ഒരുപാട് സമയം എടുക്കും. മീൻസ് അതിങ്ങനെ ഓസിലേറ്റ് ചെയ്ത് കുറെ നേരം കഴിയുമ്പോഴായിരിക്കും ഇതിങ്ങനെ
ചിലപ്പോൾ ആ സ്റ്റഡി സ്റ്റേറ്റ് വാല്യൂവിൽ വരിക, ചിലപ്പോൾ വന്നില്ല എന്നും വരും. ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും പോയിന്റർ. ഇത് ക്ലിയർ ആണോ ഈ പറഞ്ഞ കാര്യം? ഓവർ ഡാംഡ് അണ്ടർ ഡാംഡ് പറഞ്ഞ കേസ് ക്ലിയർ ആണോ? ഓക്കെ. പോയിന്ററിൽ മൂവ്മെന്റ് അല്ലേ ചോദിക്കുന്നത്? ആ, പോയിന്റർ മൂവ്മെന്റ്. ഓക്കെ. Then അടുത്ത ക്വസ്റ്റ്യൻ, the type of control used in vertical mounted instrument only. ഗ്രാവിറ്റി കൺട്രോൾ അല്ലെ, ഗ്രാവിറ്റി കൺട്രോൾ ആണ് നമ്മൾ വെർട്ടിക്കലി മൗണ്ടഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റുകളിൽ മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്നത് ഗ്രാവിറ്റി കൺട്രോൾ ആണ്. സ്പ്രിംഗ് കൺട്രോൾ ആണെങ്കിലോ? അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ദ കൺട്രോൾ ഫോഴ്സ് എംപ്ലോയിഡ് ഇൻ ആൻ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് വിച്ച് ക്യാൻ ബി കെപ്റ്റ് ഇൻ എനി പൊസിഷൻ ഇസ് സ്പ്രിംഗ് കൺട്രോൾ. സ്പ്രിംഗ് കൺട്രോൾ. ദെൻ അടുത്തത്, ദ പവർ കൺസപ്ഷൻ ഓഫ് PMMC ഇൻസ്ട്രുമെന്റ് ഇൻ ദ റേഞ്ച് ഓഫ്. ഇതൊരു തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സി ആണോ? സിയോ? ഐ അല്ലേ? പവർ കൺസപ്ഷൻ ഇൻ PMMC ഇൻസ്ട്രുമെന്റോ? അത്രയും പവർ കൺസ്യൂം ചെയ്യുമെങ്കിൽ പിന്നെ നമുക്ക് ആ ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ചിട്ട് കാര്യമുണ്ടോ? ഉണ്ടോ? ഇല്ല. ഇല്ല. നമ്മൾ ഒരിക്കലും നമ്മുടെ സപ്ലൈ കൊടുക്കുന്നതിൽ ഭൂരിഭാഗവും ആ ഇൻസ്ട്രുമെന്റ് തന്നെ യൂസ് ചെയ്യുവാണെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ? നമ്മുടെ ഈ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് എപ്പോഴും ലോ പവർ കൺസപ്ഷനിലുള്ളതായിരിക്കണം. കാരണം നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ഉപയോഗിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു സർക്യൂട്ടിൽ കൂടെ പോകുന്ന ഒരു വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ട് അല്ലെങ്കിൽ പവർ ഒക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇൻസ്ട്രുമെന്റ് വയ്ക്കുന്നത്. അപ്പൊ ആ ഇൻസ്ട്രുമെന്റ് തന്നെ അതിലും കൂടുതൽ പവർ കൺസ്യൂം ചെയ്യുവാണെങ്കിൽ, ഇപ്പൊ ഒരു 10 വാട്ട് പവർ തന്നെ അല്ലെങ്കിൽ ഒരു 50 വാട്ട് പവർ തന്നെ ഒരു സർക്യൂട്ടിനകത്തേക്ക് ഒരു മീറ്റർ ഇട്ട് കഴിയുമ്പോൾ 50 വാട്ട് ആ മീറ്റർ തന്നെ യൂസ് ചെയ്യുവാണെങ്കിൽ പിന്നെ നമ്മൾ ആ ഒരു മീറ്റർ വെച്ചേക്കുന്നതിൽ അർത്ഥം ഉണ്ടോ? ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്യാൻ പറ്റുമോ? സോ PMMC ഇൻസ്ട്രുമെന്റിനകത്ത് പവർ കൺസപ്ഷന്റെ റേഞ്ച് എന്ന് പറയുന്നത് മൈക്രോ വാട്ട്സ് ആണ്. മൈക്രോ വാട്ട്സ് ആണ് PMMC ഇൻസ്ട്രുമെന്റ്സിനകത്തെ പവർ കൺസപ്ഷന്റെ റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി അങ്ങനെയാണ് ഹൈ പവർ കൺസംഷൻ എന്ന് പഠിച്ചിട്ടുള്ളത്. ഉണ്ട്. അതേതായിരുന്നു? മൂവിങ് അയണിനകത്താണോ മൂവിങ് PMMCക്ക് അകത്താണോ? ഓർമ്മയില്ല. ഓർത്ത് നോക്കി, ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതായിരുന്നു കുറവ് കൂടുതൽ എന്ന് പറഞ്ഞാൽ മതി. നമുക്ക് മെയിൻ ആയിട്ട് നമ്മൾ ഏതൊക്കെ ഇൻസ്ട്രുമെന്റ്സാ പറഞ്ഞ? ഒന്ന് ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻസ്ട്രുമെന്റ് ഉണ്ടെന്ന് പറഞ്ഞു, പിന്നെ മൂവിങ് കോയിൽ ഉണ്ട്, പിന്നെ ഹോട്ട് വയർ ഇൻസ്ട്രുമെന്റ് ഉണ്ട്, ഇൻഡക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെന്റുകൾ ഉണ്ട് അല്ലെ. അപ്പോ ഇതിനകത്ത് നമുക്ക് ഏറ്റവും പവർ കൺസപ്ഷൻ കുറവുള്ളത് ഇലക്ട്രോസ്റ്റാറ്റിക് ആണ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻസ്ട്രുമെന്റുകളാണ്. അതിനകത്ത് പവർ കൺസപ്ഷൻ എന്ന് പറയുന്നത് മൈക്രോ വാട്ട്സ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനേക്കാളും കുറച്ചുകൂടെ മീൻസ് നമ്മുടെ PMMCയെക്കാളും കുറച്ചുകൂടെ കുറവാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻസ്ട്രുമെന്റിനകത്ത്. ഇനി മൂവിങ് കോയിലിലേക്ക് വരുമ്പോഴേക്കും കുറച്ചുകൂടെ ഇലക്ട്രോസ്റ്റാറ്റിക്കിനേക്കാളും ഇത്തിരിയോട് പവർ കൺസപ്ഷൻ ഉണ്ട്. എന്നാലും ജനറലി നമ്മൾ PMMCക്ക് എന്തൊക്കെ പ്രത്യേകത ഉണ്ട്? PMMC ഇൻസ്ട്രുമെന്റ് കമ്പയർഡ് ടു മൂവിങ് അയൺ ഒക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ അക്യുറേറ്റ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ആ PMMC. സോ നമ്മൾ എന്താ, PMMC കുറച്ചുകൂടെ അക്യുറേറ്റ് ആണ്. സോ അതിന്റെ പവർ കൺസപ്ഷൻ നമ്മൾ ജനറലി ചോദിച്ചു കഴിഞ്ഞാൽ പവർ കൺസപ്ഷൻ ഓഫ് PMMC ഇൻസ്ട്രുമെന്റ് ചോദിച്ചു കഴിഞ്ഞാൽ ലെസ് ആണ് പറയാറുള്ളത്. റേഞ്ച് ചോദിച്ചു കഴിഞ്ഞാൽ മൈക്രോ വാട്ട്സും ആണ്. ഇനി പിന്നെ ഉള്ളത് ഏതാ? ഹോട്ട് വയർ. ഹോട്ട് വയർ ഒക്കെ ഇൻസ്ട്രുമെന്റുകൾക്കൊക്കെ, അതായത് കറണ്ടിന്റെ ആ ഹീറ്റിംഗ് എഫക്ട് യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റുകൾ, അവിടെ പവർ കൺസപ്ഷൻ എന്ന് പറയുന്നത് ഹൈ ആണ്. ഇൻഡക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെന്റിനകത്ത് വെരി ഹൈ ആണ്. ഇൻഡക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെന്റിനകത്ത് വെരി ഹൈ ആണ്. അപ്പോ മൂവിങ് അയൺ ചോദിച്ചു കഴിഞ്ഞാൽ പവർ കൺസപ്ഷൻ ഹൈ ആണ്. ഇൻഡക്ഷൻ ടൈപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ വെരി ഹൈ ആണ്. PMMC ചോദിച്ചു കഴിഞ്ഞാൽ ലെസ് ആണ്. ഇലക്ട്രോസ്റ്റാറ്റിക് ചോദിച്ചു കഴിഞ്ഞാൽ വെരി ലെസ് ആണ്. ഹോട്ട് വയർ ചോദിച്ചാലും ഹൈ ആണ്. ഒന്നുകൂടെ പറയാം, ഇലക്ട്രോസ്റ്റാറ്റിക് ആണെങ്കിൽ വെരി ലെസ്, PMMC ആണെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ആണെങ്കിൽ വെരി ലെസ്, PMMC ആണെങ്കിൽ ലെസ്, ഹോട്ട് വയർ ആൻഡ് മൂവിങ് അയൺ ഇൻസ്ട്രുമെന്റിനകത്ത് ഹൈ ആണ്, ഇൻഡക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെന്റിനകത്ത് വെരി ഹൈ ആണ്. ഓർത്തിരിക്കുക. ഇത് ഓർത്താൽ മതി. ഏറ്റവും കുറവ് ചോദിച്ചു കഴിഞ്ഞാൽ നോർമലി നമ്മുടെ ഓപ്ഷൻസിനകത്ത് സാധാരണ PMMC ഇൻസ്ട്രുമെന്റിന്റെ കേസാണ് ചോദിച്ചു കാണാറുള്ളത്. സോ PMMC ഇൻസ്ട്രുമെന്റിന്റെ പവർ കൺസപ്ഷൻ എന്ന് പറയുന്നത് ലെസ്സും, മൂവിങ് അയൺ ഓർ ഇൻഡക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെന്റുകളുടെ എല്ലാം ഹൈ ആണ്. ഹോട്ട് വെയറിന്റെ അതിന്റെ എല്ലാം ഹൈ ആണ്. ഓക്കെ. ഇനി അടുത്ത കേസ്, ദ മെറ്റീരിയൽ യൂസ്ഡ് ഫോർ മേക്കിംഗ് പെർമനന്റ് മാഗ്നറ്റ് ഇൻ PMMC.
PMMCയിൽ പെർമനന്റ് മാഗ്നറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഏതാണ്? ആൻസർ അൽനിക്കോയാണ്. ആൻസർ അൽനിക്കോയാണ്. പെർമനന്റ് മാഗ്നറ്റ്, PMMCയുടെ പെർമനന്റ് മാഗ്നറ്റ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് അൽനിക്കോയാണ്. ഇനി ദ ഹെയർ സ്പ്രിംഗ് ഓഫ് ഇൻഡിക്കേറ്റിംഗ് ടൈപ്പ് ഇൻസ്ട്രുമെന്റ് ഈസ് മെയ്ഡ് ബൈ. നമ്മൾ പറഞ്ഞതാ, ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആയിരുന്നു, ഓർക്കുന്നുണ്ടോ? ഫോസ്ഫർ ബ്രോൺസ്. ഫോസ്ഫർ ബ്രോൺസ് വെച്ചിട്ടാണ് നമ്മൾ ഇൻഡിക്കേറ്റിംഗ് ടൈപ്പ് ഇൻസ്ട്രുമെന്റിനകത്ത് ഹെയർ സ്പ്രിംഗ് മെയ്ഡ് ചെയ്തിരിക്കുന്നത്. ദെൻ ദ ഡിഗ്രി ഓഫ് ഡാമ്പിംഗ് ഈസ് കറക്റ്റ്ലി അഡ്ജസ്റ്റഡ് ഇൻ ആൻ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് ഈസ് കോൾഡ്. The degree of damping is correctly adjusted in an indicating instrument. എന്തായിരിക്കും? A ആണ്. ആണോ? എല്ലാവർക്കും ആൻസർ ആണോ? അറിയില്ല. ഒന്ന് ഗസ് ചെയ്ത് നോക്കിയേ. ബാക്കി 3 ഓപ്ഷൻസ് നിങ്ങൾക്ക് പരിചയമുള്ള 3 ഓപ്ഷനുകളല്ലേ? ഓവർ ഡാമ്പിംഗ്, വേറെന്തെങ്കിലും ഉണ്ടോ? ഡെഡ് ബീറ്റ്, ബാക്കി 3 എന്താ? ക്രിട്ടിക്കലി ഡാംപ്ഡ്, ഓവർ ഡാംപ്ഡ്, അണ്ടർ ഡാംപ്ഡ് ഒക്കെ എന്താ? ക്രിട്ടിക്കലി ഡാംപ്ഡ്, ഓവർ ഡാംപ്ഡ്, അണ്ടർ ഡാംപ്ഡ് എന്താണ്? എന്താ പിള്ളേരെ? ബാക്കി 3 എന്താ സംഭവം? ഡാമ്പിങ്ങിന്റെ ടോർക്ക് അനുസരിച്ചാണോ പറയുന്നേ? ക്രിട്ടിക്കലി ഡാംപ്ഡ്, ഓവർ ഡാംപ്ഡ്, അണ്ടർ ഡാംപ്ഡ് എന്ന് പറയുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാ? എന്താ ഒന്ന് പറയാമോ? എന്തെങ്കിലും ഒന്ന് റിപ്ലൈ ചെയ്യാം. ക്രിട്ടിക്കലി ഡാംപ്ഡ്, ഓവർ ഡാംപ്ഡ്, അണ്ടർ ഡാംപ്ഡ് എന്താ സംഭവം? തൊട്ട് മുന്നേ ഓവർ ഡാംപ്ഡും അണ്ടർ ഡാംപ്ഡും പറഞ്ഞായിരുന്നു, ഓർക്കുന്നുണ്ടോ? ഡാമ്പിംഗ് ടോർക്കിനെ ബേസ് ചെയ്തിട്ടാണോ പറഞ്ഞേ? അതെ. അതെ. അതായത് നമുക്ക് വേണ്ട ഡാമ്പിങ്ങിനേക്കാൾ കൂടുതൽ ഡാമ്പിംഗ് ഉണ്ടെങ്കിൽ, മീൻസ് റിക്വയർമെന്റിൽ നമ്മൾ ഇതിനെ ഇക്വേഷൻ ഒക്കെ വെച്ച് നിങ്ങൾ കുറച്ച് പേരെങ്കിലും കൺട്രോൾ സിസ്റ്റം ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഡാമ്പിംഗ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. ഇവിടെ നമ്മൾ അതൊന്നും ചിന്തിക്കേണ്ട. നമ്മുടെ ഡാമ്പിംഗ് ടോർക്ക് നമുക്ക് വേണ്ട ആ ഒരു വാല്യൂവിനേക്കാൾ കൂടുതലാണെങ്കിൽ, ദാറ്റ് മീൻസ് ഒപ്റ്റിമം വാല്യൂവിനേക്കാൾ കൂടുതലാണെങ്കിൽ ദാറ്റ് ഈസ് ഓവർ ഡാംപ്ഡ്, ലെസ് ദാൻ ആണെങ്കിൽ അണ്ടർ ഡാംപ്ഡ്, ക്രിട്ടിക്കലി ഡാംപ്ഡ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ഇതിനെ, അതായത് നമ്മൾ ഇങ്ങനെ ഒരു വിത്തൗട്ട് എനി ഓസിലേഷൻസ്, നമ്മൾ ഡാമ്പിംഗ് ചെയ്യുന്നത് തന്നെ ഓസിലേഷൻസ് ഇല്ലാതെ അതിന്റെ ഫൈനൽ വാല്യൂവില് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡാമ്പിംഗ് ചെയ്യുന്നത്. മീൻസ് ഡാമ്പിംഗ് എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഓവർ ഡാംപ്ഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞു പോയിന്റർ പതുക്കെ എത്തുള്ളൂ എന്ന് പറഞ്ഞു. അണ്ടർ ഡാംപ്ഡ് ആണെന്ന് പറഞ്ഞാൽ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. സോ ക്രിട്ടിക്കലി ഡാംപ്ഡ് ആണെങ്കിൽ വിത്തൗട്ട് എനി ഓസിലേഷൻസ് അത് എന്ത് സംഭവിക്കും? അത് അതിന്റെ ഫൈനൽ വാല്യൂവിലേക്ക് എത്തും. കമ്പയർഡ് ടു ഓവർ ഡാംപ്ഡ് വെച്ച് നോക്കുമ്പോൾ വലിയ ഡിലേ ഇല്ലാതെ തന്നെ അത് അതിന്റെ ഫൈനൽ വാല്യൂവിലേക്ക് എത്തും. അത് ക്രിട്ടിക്കലി ഡാംപ്ഡ് കേസിലാണ് അത് സംഭവിക്കുന്നത്. അതായത് ഏറ്റവും മിനിമം ഡിലേ ടൈം എടുത്ത് അത് അതിന്റെ പോയിന്റർ അതിന്റെ ഫൈനൽ വാല്യൂവിലേക്ക് കറക്റ്റ് ആയിട്ട് എത്തുവാണെങ്കിൽ അത് ക്രിട്ടിക്കലി ഡാംപ്ഡ്. അപ്പോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഡിഗ്രി ഓഫ് ഡാമ്പിംഗ് ഈസ് കറക്റ്റ്ലി അഡ്ജസ്റ്റഡ് ഇൻ ആൻ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് ഈസ് കോൾഡ്. അങ്ങനെ കറക്റ്റ് ചെയ്ത ഒരു സിസ്റ്റമാണ് ക്രിട്ടിക്കലി ഡാംപ്ഡ് സിസ്റ്റം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സിസ്റ്റത്തെ ചെയ്യുവാണെങ്കിൽ നമ്മൾ അതിന് പറയുന്നതാണ്, അല്ലെങ്കിൽ ആ സിസ്റ്റം അങ്ങനെയാണ്, ആ ഒരു പെർഫോമൻസിലാണ് പോകുന്നതെങ്കിൽ ഡെഡ് ബീറ്റ് എന്ന് പറയും. ഈ ക്വസ്റ്റിനകത്ത് ഇത് ഒരു തവണ PSC ചോദിച്ച സമയത്ത് ഡെഡ് ബീറ്റ് ആയിരുന്നു PSC ആൻസർ ആയിട്ട് കൊടുത്തിരുന്നത്. മീൻസ് ഫൈനൽ ആൻസർ കീ വന്നപ്പോൾ ഡെഡ് ബീറ്റ് ആണ് കൊടുത്തത്. തിയററ്റിക്കലി നിങ്ങൾ നോക്കുവാണെങ്കിൽ നമുക്ക് ക്രിട്ടിക്കലി ഡാംപ്ഡും കറക്റ്റ് ആണ്, ഡെഡ് ബീറ്റും കറക്റ്റ് ആണ്. അതായത് കറക്റ്റ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത്, അതായത് ഏറ്റവും മിനിമം ഡിലേയില് നമ്മൾ പറഞ്ഞു ഓവർ ഡാംപ്ഡ് ആണെങ്കിൽ ഡിലേ കൂടുതലായിരിക്കും എന്ന് പറഞ്ഞു. ഏറ്റവും മിനിമം ഡിലേ എടുത്തുകൊണ്ട്, മിനിമം ഡിലേ മാത്രം എടുത്ത് പോയിന്റർ അതിന്റെ ഫൈനൽ വാല്യൂവിൽ എത്തുകയും വിത്തൗട്ട് എനി ഓസിലേഷൻസ് അത് ഫൈനൽ വാല്യൂവിൽ സ്റ്റേഷനറി ആയിട്ട് നിൽക്കുകയും ചെയ്യുന്നത് ക്രിട്ടിക്കലി ഡാംപ്ഡ് സിസ്റ്റമാണ്. അത് തന്നെയാണ് ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത്. ഡാമ്പിംഗ് ഈസ് കറക്റ്റ്ലി അഡ്ജസ്റ്റഡ് ഇൻ ആൻ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്. അത് ക്രിട്ടിക്കലി ഡാംപ്ഡ് സിസ്റ്റത്തിന് സിമിലർ ആണ്. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം എന്ന് പറയുന്നത്, ഓർ അങ്ങനെ ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് ക്രിട്ടിക്കലി ഡാംപ്ഡ് കണ്ടീഷനിലാണ് അത് അന്നേരം വർക്ക് ചെയ്യുന്നത്.
പക്ഷെ അതിന് നമ്മൾ പറയുന്നത് മീൻസ് അങ്ങനെ ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് ഓഫ് റെസ്പോൺസിന് നമുക്ക് ഡെഡ് ബീറ്റ് എന്ന് പറയാം. ആ ഒരു ടൈപ്പ് ഓഫ് റെസ്പോൺസിനെ നമുക്ക് ഡെഡ് ബീറ്റ് എന്ന് പറയാം. സോ രണ്ടും കറക്റ്റ് ആണ്, പക്ഷേ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് PSC ആൻസർ ആയിട്ട് കൺസിഡർ ചെയ്തേക്കുന്നത് ഡെഡ് ബീറ്റ് ആണ്. ഡെഡ് ബീറ്റ് ആണ് PSCയുടെ ഫൈനൽ ആൻസർ കീയിൽ വന്നിരിക്കുന്നത്. ഡെഡ് ബീറ്റ് എന്ന് പറയുന്ന ആൻസർ ആണ്. കാരണം അങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ സിസ്റ്റം ക്രിട്ടിക്കലി ഡാംപ്ഡ് ആണ്, അത് കറക്റ്റ് ആണ്. പക്ഷെ അങ്ങനെ ചെയ്യുന്ന ആ ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ അതിന്റെ റെസ്പോൺസിന്റെ നേച്ചർ എന്ന് പറയുന്നത് ഡെഡ് ബീറ്റിന് സിമിലർ ആണ്. മീൻസ് ഡെഡ് ബീറ്റ് ആണ് ആ റെസ്പോൺസിന് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ ഡെഡ് ബീറ്റ് എന്ന് പറയാം. സോ ആൻസർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഡെഡ് ബീറ്റ് ആണ്. ഓക്കെ, ഇനി അടുത്തത് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് PMMC സെയിം ആസ് ദാറ്റ് ഓഫ്, ഒരുപാട് പ്രാവശ്യം പറഞ്ഞ കാര്യമാണ്. എന്തായിരുന്നു? DC motor. DC motor. Whenever a current carrying conductor placed in a magnetic field experiences a force. അല്ലെ, DC മോട്ടറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിളിന് സെയിം ആണ്. The internal resistance of an ammeter is, the internal resistance of an ammeter is Very low. very low. അല്ലെ, ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് ആൻ അമ്മീറ്റർ എന്ന് പറയുന്നത് വെരി ലോ ആണ്. ഓക്കെ, ദെൻ അത് അതേസമയം ദ ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് ആൻ ഐഡിയൽ അമ്മീറ്റർ എന്ന് പറഞ്ഞെങ്കിലോ 0. 0 വന്നേനെ. അത് പറയാത്തത് കൊണ്ട് വെരി ലോ ആണ്. ഇനി എ ഡൈനാമോമീറ്റർ ഇൻസ്ട്രുമെന്റ് ക്യാൻ മെഷർ, എ ഡൈനാമോമീറ്റർ ഇൻസ്ട്രുമെന്റ് ബോത്ത് AC ആൻഡ് DC. ഇത് ഓർത്തിരിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഓർക്കുന്നുണ്ടോന്ന് അറിയില്ല, ഒന്നുകൂടെ പറയാം. നമ്മൾ പഠിച്ചതിനകത്ത് PMMCയുടെ കാര്യം ഓർക്കുക. PMMC എന്തായിരുന്നു, എന്ത് മാത്രമേ മെഷർ ചെയ്യുള്ളൂ? ഇതും ചോദിക്കാട്ടോ, കാണുമ്പോൾ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നും, പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കണേ. PMMC എങ്ങനെയാണ്? DC മാത്രമേ മെഷർ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെ? PMMC DC മാത്രമേ പറ്റുള്ളൂ. ഇൻഡക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെന്റോ? AC. കാരണം എന്താ? അത് ഓർത്തിരിക്കാൻ ഒന്നും ചെയ്യണ്ട. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ വെച്ചാണ് ഇൻഡക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെന്റ് വർക്ക് ചെയ്യണേ. ഇൻഡക്ഷൻ, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആർക്ക് മാത്രമേ പറ്റുള്ളൂ? AC-ക്ക് മാത്രമേ പറ്റുള്ളൂ. PMMC ആണെങ്കിൽ DC, ഇൻഡക്ഷൻ ടൈപ്പ് ആണെങ്കിൽ AC. ഇത് രണ്ടുമല്ലാതെ വേറെ ഏത് മീറ്റർ ചോദിച്ചു കഴിഞ്ഞാലും ബോത്ത് AC ആൻഡ് DC ആണ് ആൻസർ. ഒന്നുകൂടെ പറയാം, PMMC ആണെങ്കിൽ DC, ഇൻഡക്ഷൻ ടൈപ്പ് ആണെങ്കിൽ ഓൺലി AC. PMMCക്ക് ഓൺലി DC, ഇൻഡക്ഷൻ ഓൺലി AC. വേറെ ഏത് ഇൻസ്ട്രുമെന്റ് ചോദിച്ചു കഴിഞ്ഞാലും ബോത്ത് AC ആൻഡ് DC ആണ്. ഓക്കെ, then MI has, moving iron has, which type of scale? Which type of scale? Non-uniform. നോൺ യൂണിഫോം അല്ലെ? എന്താ കാരണം? Theta proportional to I square. തീറ്റ പ്രപ്പോർഷണൽ ടു I സ്ക്വയർ അല്ലെ? അങ്ങനെയാണെങ്കിൽ MCക്ക് എങ്ങനെയായിരുന്നു? അത് proportional to I. പ്രപ്പോർഷണൽ ടു I. സോ മൂവിംഗ് കോയിലിന് എങ്ങനെയായിരിക്കും? ഒരു യൂണിഫോം സ്കെയിൽ ആയിരിക്കും. Then which instrument has air friction damping? Which instrument has air friction damping? Moving coil. ആണോ? ആണോ? മൂവിംഗ് അയൺ. Moving iron eddy current അല്ലേ? മൂവിംഗ് അയൺ നമ്മൾ എവിടെ പെർമനന്റ് മാഗ്നറ്റ് ചോദിച്ചേക്കുന്ന? ഡാമ്പിംഗ് ആണേ. കോയിലിന് എഡി കറണ്ട്. മൂവിംഗ് കോയിലിന് എഡി കറന്റ് ഡാമ്പിംഗ് ആണ്. കാരണം പെർമനന്റ് മാഗ്നറ്റ് വരുന്ന കേസ് എല്ലാം എന്ത് ഡാമ്പിംഗ് ആണ്? എഡി കറണ്ട്. എഡി കറന്റ് ഡാമ്പിംഗ് ആണ്. മൂവിംഗ് അയണിന് നമ്മൾ യൂസ് ചെയ്യുന്നത് എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ് ആണ്. മൂവിംഗ് ഒരു മിനിറ്റ്. മൂവിംഗ് അയണിന് ഇവിടെ വരുന്നത് എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ് ആണ്. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ദെൻ അടുത്തത്, ഇഫ് ദ കണക്ഷൻസ് ഓഫ് മൂവിംഗ് അയൺ voltmeter connected in a circuit are interchanged, then the voltmeter, if the connections of moving iron voltmeter connected in a circuit are interchanged,
then the voltmeter. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, ചോദിച്ചേക്കുന്ന എന്താണ്? മൂവിങ് അയൺ ആണ്. അവിടെ എങ്ങനെയായിരിക്കും? നമ്മൾ മൂവിങ് കോയിലിനകത്തും മൂവിങ് അയണിനകത്തും ഡിഫ്ലക്റ്റിംഗ് ടോർക്ക്, പോയിന്ററിന്റെ ഡിഫ്ലക്ഷൻ ആണ് നമുക്ക് റീഡിംഗ് ആയിട്ട് കിട്ടുന്നത് അല്ലെ. അപ്പൊ ഇവിടെ രണ്ട് കേസിലും ടി ഡി എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് അറിയണം. PMMC യുടെ കേസിൽ ടി ഡി എങ്ങനെയായിരുന്നു? മൂവിങ് കോയിൽ ഇൻസ്ട്രുമെന്റിന് ടി ഡി എങ്ങനെയായിരുന്നു? ടി ഡി പ്രപ്പോർഷണൽ ടു ഐ ആയിരുന്നു. അതേസമയം മൂവിങ് അയൺ ഇൻസ്ട്രുമെന്റിനകത്ത് ടി ഡി പ്രപ്പോർഷണൽ ടു ഐ സ്ക്വയർ ആയിരുന്നു. ആണോ? അതെ. സോ മൂവിങ് അയണിനകത്ത് മീൻസ് കറണ്ട്, അതായത് വോൾട്ടേജിന്റെ പൊളാരിറ്റി തിരിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ എന്താ സംഭവിക്കുന്നേ? പൊളാരിറ്റി തിരിഞ്ഞാൽ എന്താ സംഭവിക്കുന്നേ? കറണ്ട് ഡയറക്ഷൻ തിരിയോ? ഇതെന്നെ പിള്ളേരെ നിങ്ങൾ ആരും ഒന്ന് റെസ്പോണ്ട് ചെയ്യാത്തെ? ഇല്ല, കറണ്ട് ഡയറക്ഷൻ തിരിയില്ല. ഇതിന്റെ ആൻസർ എന്താ? റീഡിംഗ് വിൽ റിമൈൻ അൺഅഫക്റ്റഡ്. കാരണം എന്താ? ഇവിടുത്തെ മൂവിങ് അയൺ ഇൻസ്ട്രുമെന്റാ. ഇവിടെ കറണ്ടിന് വേരിയേഷൻ വന്നു കഴിഞ്ഞാലും കറണ്ടിന്റെ ഡയറക്ഷൻ തിരിഞ്ഞു കഴിഞ്ഞാലും ടോർക്കിന് അത് എഫക്ട് ചെയ്യില്ല. കാരണം യൂണി ഡയറക്ഷണൽ ടോർക്ക് പോസിറ്റീവ് ഹാഫ് സൈക്കിളിലും നെഗറ്റീവ് ഹാഫ് സൈക്കിളിലും യൂണി ഡയറക്ഷണൽ ടോർക്ക് തന്നെ നമുക്ക് ഇവിടെ കിട്ടും. ഇത് തിരിച്ചു വന്നു കഴിഞ്ഞാലും പ്രശ്നമില്ല. കാരണം ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് പ്രപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദി കറണ്ട് ആണ്. സോ നിങ്ങൾ എങ്ങനെ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാലും അവിടെ പ്രൊഡ്യൂസ് ആവുന്ന ടോർക്ക് സെയിം ആണ്. സോ കറണ്ടിന്റെ സ്ക്വയറിന് പ്രപ്പോർഷണൽ ആയിട്ടാണ് വരുന്നത്. അപ്പൊ സ്ക്വയർ പ്രപ്പോർഷണൽ ആയതുകൊണ്ട് തന്നെ പോസിറ്റീവ് ഓർ നെഗറ്റീവ് എന്നുള്ളതിന് അവിടെ എഫക്റ്റ് ഇല്ല. സോ റീഡിംഗ് വിൽ റിമൈൻ അൺഎഫക്റ്റഡ് ആണ്. ദെൻ the ratio of the true wattmeter reading to the actual wattmeter reading. The ratio of true wattmeter reading to actual wattmeter reading. ക്വസ്റ്റ്യൻ ഒന്ന് കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി ഇട്ടേക്കുന്നതാണ്. നിങ്ങൾ പവർ ഫാക്ടറിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ കുറെ കണ്ടായിരുന്നു. റേഷ്യോ ഓഫ് ആക്റ്റീവ് പവർ ടു ദ അപ്പാരന്റ് പവർ എന്ന് പറയുന്നത് പവർ ഫാക്ടർ ആണെന്നൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു. ഈ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കുക. ദ റേഷ്യോ ഓഫ് ട്രൂ വാട്ട്മീറ്റർ റീഡിംഗ് ടു ദ ആക്ച്വൽ വാട്ട്മീറ്റർ റീഡിംഗ് എന്തായിരിക്കും? ഇതിന്റെ മീനിങ് എന്താ? ട്രൂ വാട്ട്മീറ്റർ റീഡിംഗ് ഡിവൈഡ് ബൈ ആക്ച്വൽ വാട്ട്മീറ്റർ റീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇതിൽ ഏത് ഫാക്ടറാണ്? പവർ ഫാക്ടറോ? റേഷ്യോ ഓഫ് ട്രൂ വാട്ട്മീറ്റർ റീഡിംഗ് ടു ദ ആക്ച്വൽ വാട്ട്മീറ്റർ റീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി അവിടെ വാട്ട്മീറ്റർ റീഡ് ചെയ്ത വാല്യൂ, ദാറ്റ് ഈസ് ആക്ച്വൽ വാട്ട്മീറ്റർ റീഡിംഗ്. ട്രൂ വാട്ട്മീറ്റർ റീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ റീഡ് ചെയ്യേണ്ടിയിരുന്ന റീഡിംഗ് ഡിവൈഡഡ് ബൈ ആക്ച്വലി റീഡ് ചെയ്ത റീഡിംഗ്. അതെന്ന് പറയുന്നത് കറക്ഷൻ ഫാക്ടർ ആണ്. ഏത് പാരാമീറ്ററും ആയിക്കോട്ടെ, ഇപ്പൊ വാട്ട്മീറ്റർ അല്ല വോൾട്ട്മീറ്ററോ അമ്മീറ്ററോ ഏതിന്റെ ആണെങ്കിലും അതിന്റെ ട്രൂ വാല്യൂ ടു ദ ആക്ച്വൽ വാല്യൂ തമ്മിലുള്ള റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്ഷൻ ഫാക്ടർ ആണ്. അതായത് ആക്ച്വലി മെഷർ ചെയ്യേണ്ടത് എത്രയായിരുന്നു ഡിവൈഡഡ് ബൈ ആക്ച്വലി മെഷർ ചെയ്ത വാല്യൂ എത്രയാണ്. മെഷർ ചെയ്യേണ്ടിയിരുന്നത് ഡിവൈഡ് ബൈ മെഷർ ചെയ്തത്. അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് കറക്ഷൻ ഫാക്ടർ ആണ്, പവർ ഫാക്ടർ അല്ല. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ട്രൂ പവർ ടു ദ അപ്പാരന്റ് പവർ എന്നോ അല്ലെങ്കിൽ ട്രൂ പവർ ടു ദ വേറെ എന്തെങ്കിലും ഒരു ടേം ആയിരുന്നു പറഞ്ഞിരുന്നെങ്കിൽ ട്രൂ പവർ ടു ദ അപ്പാരന്റ് പവർ എന്നോ അല്ലെങ്കിൽ അപ്പാരന്റ് പവർ ടു ദ ട്രൂ പവർ എന്നോ അപ്പാരന്റ് പവർ ടു ദ ആക്റ്റീവ് ഓർ റിയാക്റ്റീവ് അങ്ങനെയാണെങ്കിൽ അത് വേറെ ടേം ആണ്. ഇത് കറക്ഷൻ ഫാക്ടർ ആണ്. ട്രൂ വാട്ട്മീറ്റർ റീഡിംഗ് ടു ആക്ച്വൽ വാട്ട്മീറ്റർ റീഡിംഗ് എന്ന് പറയുന്നത് കറക്ഷൻ ഫാക്ടർ ഓഫ് എന്ന് പറയുന്ന ടേം ആണ്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. When the disk of energy meter is rotating even without connecting any load, the error is called creeping error. അതായത് ലോഡ് ഒന്നും കണക്ട് ചെയ്യാതെ തന്നെ ഡിസ്ക് കിടന്ന് റൊട്ടേറ്റ് ചെയ്യുന്ന ആ കേസ്.